തല്ലിൻ്റെ പൂരം. എൻ്റെ അനിയൻ വെൽസ് എന്നെ പാലിയൻ എന്നേ വിളിക്കൂ. കേൾക്കേണ്ട താമസം ഞാൻ അവനെ കോപ്പൻ എന്ന് വിളിക്കും. കോപ്പനെ ഓർമ്മയില്ലേ? മാപ്രാണത്തെ കള്ളുഷാപ്പിലെ സുന്ദരനായ കൂട്ടാൻ കച്ചവടക്കാരൻ. ഇനിയിപ്പം പാലിയൻ ആരെന്നാവും? അതോ കോപ്പൻ്റെ വീട്ടിലെ ശമ്പളക്കാരൻ. അയാളുടെ വീട്ടിൽ നിന്ന് കറിയും മറ്റും ഷാപ്പിലേക്ക് കൊണ്ടുകൊടുത്തിരുന്നത് ഇയാളാണ്. ഈ പാലിയനെ കുറേ നാൾ അപ്പൻ ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് നിർത്തി. അപ്പോഴേക്കും ഇയാൾ ആണ്ട കിഴവനായി കഴിഞ്ഞിരുന്നു. ഞങ്ങൾക്കൊരു അപ്പാപ്പനെ ഏർപ്പെടുത്തിയെന്ന് പറയുന്നതാവും ശരി. പാലിയനെ പണിക്ക് നിർത്താനായി കൊണ്ടുവന്നപ്പോൾ അമ്മ അപ്പനോട് സ്വകാര്യത്തിൽ ചോദിച്ചു, അല്ല, അയാളുടെ കൈയും കാലും ഒഴിയേണ്ട ഗതികേടാവോ? ഇതൊക്കെയാണെങ്കിലും 2-3 കൊല്ലക്കാലം പാലിയൻ ഞങ്ങളുടെ വീട്ടിൽ നിന്നു. പാലിയനെ അപ്പൻ ഇത്ര താല്പര്യത്തോടെ വീട്ടിലെ പണിക്ക് കൂട്ടിയതിൻ്റെ ഗുട്ടൻസ് പിന്നീടാണ് അറിഞ്ഞത്. അയാളും ഒരു കമ്മ്യൂണിസ്റ്റാണ്. ഈ പാലിയൻ്റെ പേരാ വെൽസ് എനിക്ക് തന്നത്. വളരെ തന്ത്രപരമായി എന്നെ അവൻ്റെ പണിക്കാരനെന്ന് വരുത്തി തീർക്കാനായിരുന്നു അത്. ഒരു ദിവസം ഉച്ച സമയം അപ്പൻ ഊണൊക്കെ കഴിഞ്ഞ് നടയിലകത്ത് കിടന്നുറങ്ങുന്നു. വെൽസ് മുറ്റത്ത് ഒരു തെങ്ങുമ്മ ചാരി നിൽക്കുന്നു. അതിനടുത്ത് കുറേ മാങ്ങാണ്ടി കൂട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ നടയിലകത്ത് അകത്തോട്ടുള്ള വാതിലിനരികിൽ നിന്നു. പതിവ് പോലെ വെൽസിനെ നോക്കിയിട്ട് കോപ്പ എന്ന് വിളിച്ചു. വെൽസ് വിളി കേട്ട മാത്രമേ താഴേക്ക് കുഞ്ഞ് ഒരു മാങ്ങാണ്ടി എടുത്തു. അവൻ എന്നെ എറിയാനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലായി. എറിഞ്ഞാൽ അപ്പോൾ കഥകളയ്ക്കാൻ തയ്യാറായി ഞാനും നിന്നു. എന്നിട്ട് വീണ്ടും വിളിച്ചു, കോപ്പൻ. വെൽസ് കയ്യിലിരുന്ന മാങ്ങാണ്ടി വെൽസിൻ്റെ നേർക്കെറിഞ്ഞു. ഞാൻ ടിം എന്ന് കഥകടച്ചു. ടേ എന്ന് മാങ്ങാണ്ടി കഥകിൽ വന്ന് കൊണ്ടു. ഈ പരിപാടി കുറേ പ്രാവശ്യം ആവർത്തിച്ചു. ടിം തേ ടിം തേ. അപ്പൻ ബഹളം കേട്ട് ഉണർന്നു. അപ്പൻ പറഞ്ഞത് കണ്ടപ്പോൾ ഞാൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ ലാ 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 എന്ന് ഒരു മൂളിപ്പാട്ടും പാടി മുകളിലെ മുറിയിലേക്ക് കയറിപ്പോയി. വെളിയിൽ വെൽസ് ദേഷ്യം സഹിക്കാണ്ട് മാങ്കാടിയും പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. എപ്പോൾ ഞാൻ കഥക് തുറക്കുന്നോ അപ്പോൾ എറിയാനുള്ള തയ്യാറെടുപ്പിൽ. അടച്ചിട്ട കഥക് അപ്പൻ തുറന്നു. ക്ണേ എന്നൊരു ശബ്ദം. വെൽസെറിൻ്റെ മാങ്ങാണ്ടി അപ്പൻ്റെ കഷണ്ടി തലയിൽ കൊണ്ടതാണ്. ഇന്ത്യശോയെ എന്ന് അപ്പനിൽ നിന്നൊരു വിളി. മുകളിലേക്ക് മുറിയിൽ കയറുന്ന പടിയുടെ പകുതിയിൽ നിന്നിരുന്ന ഞാൻ ഡിം എന്ന് കയറിപ്പോയി. അപ്പൻ വെൽസിനെ ഓടിച്ചിട്ട് പിടിച്ചു. അവൻ എന്താണ് പറയുന്നതെന്ന് പോലും കേൾക്കാണ്ട് കയ്യിൽ കിട്ടിയ വടി കൊണ്ട് തല്ലോട് തല്ല്. എനിക്ക് നല്ല രസം. വീട്ടുകാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ചേട്ടൻ കുര്യാക്കോസിനെയാണ്. അപ്പനും ഇളയപ്പനും കൂടി എൻ്റെ ചേട്ടൻ്റെ തുടയിൽ കമ്പി അടുപ്പിലോട്ട് പഴുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷീ എന്നുള്ള ശബ്ദം കേട്ടെന്ന് ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അയാളെ നന്നായിട്ട് ശിക്ഷിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു അയാൾ ഡോക്ടറായി വളരെ നല്ല നിലയിലായി. എൻ്റെ കാലം വന്നപ്പോഴേക്ക് ശിക്ഷ കുറഞ്ഞു. ഇത് ശിക്ഷിച്ചാലും നേരെയാവണ കേസലെന്ന് അപ്പനും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെന്തുകൊണ്ടാ അങ്ങേരുടെ കൈയിൻ്റെ ഓരം കളയണമെന്ന് തോന്നിയിട്ടുണ്ടാവും. പീടിക പൊളിഞ്ഞ് പാളീസായപ്പോൾ അപ്പം പിന്നെ ഇരിപ്പായി. ഊണ്, ഉറക്കം, മാപ്രാണത്തെ പീടികയുടെ അടുത്തുള്ള കടകളിൽ പോവുക, ആ കടകളൊക്കെ എപ്പോഴാ പൊളിയുന്നതെന്ന് നോക്കുക, മടങ്ങി വന്നിട്ട് കവലയിലെയും കടകളിലെയും ഒക്കെ വിശേഷങ്ങൾ വീട്ടിലുള്ളവർക്ക് വിവരിച്ചു കൊടുക്കുക. ഇതൊക്കെയായി ദിനചര്യ. പണ്ടൊക്കെ ഞങ്ങൾ ഞായറാഴ്ചകളിൽ മാത്രം കണ്ടിരുന്ന അപ്പനെ ദിവസവും കാണലായി. ഇതിൽ എനിക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഠിക്കടാ എന്ന് പറയാൻ ഒരാൾ കൂടിയായി. ഒരു കൊച്ചുനുണ പറഞ്ഞുകൊണ്ടുള്ള പൊല്ലാപ്പേ. ഞാൻ എന്നെ തന്നെ ശപിച്ചു. പീടിക പൊളിഞ്ഞോട്ടെ, കുഴപ്പമില്ല, ഇദ്ദേഹം അവിടെ തന്നെ മറ്റേന്തെങ്കിലും ഏർപ്പാടായിട്ട് കൂടിയാൽ മതിയായിരുന്നു. വീട്ടിൽ അപ്പോൾ തന്നെയുള്ള മെമ്പേഴ്സെല്ലാം എവിടെയെങ്കിലും പൊക്കോട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോഴാണ് ഒരാളിലൂടെ സ്ഥിരമാണത്. മാത്രമല്ല അപ്പൻ ഇവിടെ ഏതാണ്ട് സ്ഥിരമായി കഴിഞ്ഞപ്പോഴാണ് അങ്ങർക്ക് മനസ്സിലായത് ഞാൻ ആൾ ശരിയല്ലാന്ന്. നേരത്തെ ഇതൊന്നും അറിയില്ലല്ലോ. രാവിലെ പോകും, രാത്രി വരുമ്പോൾ ഞാൻ കൂർക്കം വലിച്ചിറങ്ങിയിട്ടുണ്ടാവും. നിരാശ കാമുകൻ എന്നൊക്കെ പറഞ്ഞ കൂട്ട് ഒരു നിരാശ പീഡികനായാലോ അപ്പൻ. ആ വിഷമം തീർക്കുന്നത് വീട്ടിലുള്ളവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കൊടുത്തിട്ടാണ്. ചേച്ചിമാർക്കൊക്കെ നല്ല വീക്ക് കിട്ടാൻ തുടങ്ങി. നല്ല ഈണത്തിൽ ഇവർ കരയും. എൻ്റെ പേരിലാണെങ്കിൽ ദിവസവും കുറ്റങ്ങളുണ്ടാവും എന്നുറപ്പ്. തല്ലിനും ക്ഷാമമില്ല. എനിക്ക് തരുന്ന ശിക്ഷയിൽ കുറച്ച് അടിയന്തര പരിഷ്കാരവും അപ്പം വരുത്തി. ഒരു ദിവസം ചേട്ടന്മാരോട് അപ്പം പ്രഖ്യാപിച്ചു, നിങ്ങൾ അവനെ കാണുമ്പോൾ ഒന്നങ്ങോട്ട് കൊടുക്കുക. വിശദീകരണവും ഉടനെ ഉണ്ടായി. കുഴപ്പമൊന്നുമില്ല, അവനെ കാണുമ്പോൾ ഒന്നങ്ങ് കൊടുത്തേക്കുക. അതവൻ ഏതിലേക്കെങ്കിലും വരവ് വെച്ചോളൂ. കടകളിലൊക്കെ കാശ് വരവ് വയ്ക്കുന്ന പോലെ ഇയാൾക്ക് ഈ പീടിക നടത്തിയാലേ പരിചയം. അവിടെ ഇങ്ങനെ ആരെങ്കിലും കുറച്ച് കാശ് പറ്റും, അതിൽ കുറച്ച് കൊടുക്കും, അത് വരവ് വയ്ക്കും. അത് കൂട്ടൊരു ഏർപ്പാട് എനിക്കുള്ള ശിക്ഷയിലും. പിന്നെ അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും ചേട്ടന്മാർ തലേമ കിഴക്കും. അവർക്ക് ഒരു രസം. തല എൻ്റെയാണല്ലോ. സഹി കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സംഭവം? അത് ഏതിലെങ്കിലും വരവ് വയ്ക്കേ. അങ്ങനെ ആദ്യകാലത്ത് എനിക്ക് കുറച്ച് വെച്ചിരുന്ന ശിക്ഷയിൽ നല്ല മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. എനിക്ക് അപ്പനെ കൊണ്ട് ആകെ ശല്യമായി എന്ന് പറഞ്ഞാൽ തീർന്നല്ലോ.
ആ ഇടയ്ക്കൊക്കെ ഞാൻ കൂടെ ആലോചിക്കാറുണ്ടായിരുന്നു, ദൈവമേ, ഒരു ലോട്ടറി എങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഇയാളെ പഴയ കൂട്ട് മാപ്രാണത്ത് കൊണ്ടിരുത്താം. അപ്പൻ്റെ കാര്യത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും ചെയ്തൂടെ? മാപ്രാണം ഭാഗത്തുള്ള കുറേ പേരെയൊക്കെ അപ്പൻ കമ്മ്യൂണിസ്റ്റുകാരാക്കി. ഇനി വേറൊരു ഭാഗത്തെങ്ങാനും ഇവർക്കൊക്കെ കൂടിയിട്ട് ഒരു പീടിക തരാക്കി അപ്പനെ അവിടെ എങ്ങനെ ആക്കിക്കൂടെ? അങ്ങനെയും വീട്ടിൽ നിന്ന് ഈ ശല്യം ഒന്ന് ഒഴിയുമല്ലോ. അപ്പനാണെങ്കിൽ കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ കഴിയാഞ്ഞ് ആകെ എരിപ്പൊരി സഞ്ചാരത്തിലും. സഹിക്കാണ്ടാവുമ്പോഴാണ് മാപ്രാണത്തേക്കുള്ള പോക്ക്. അവിടെയെങ്കിലും കുറേ പ്രചാരണം ആവാലോ. പക്ഷേ അല്പം നാണക്കേടൊക്കെ തോന്നുന്നതുകൊണ്ട് പോക്കിൻ്റെ എണ്ണം കുറവാണ്. മുമ്പ് പീഡിയക്കാരൻ വെറുതേടനായിരുന്നതിപ്പോൾ ചുമ്മാ വെറുതേടനായില്ലേ? പിന്നെ എങ്ങനെ ഇത്തിരി നാണക്കേടൊക്കെ ആവേണ്ടിയിരിക്കുക? അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അപ്പന് കലിശലായ പനി. അവസാനം ആശുപത്രിയിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി എന്നെയും കൂട്ടത്തിൽ കൂട്ടി. അത് ആകെ പൊല്ലാപ്പിന് കാരണമായി. പെണ്ണുങ്ങളുടെ പരിശോധന മുറിയിലേക്ക് എത്തി നോട്ടം. അല്ല, അതേ നോക്കിയേ, ഇങ്ങനെയൊക്കെ കേട്ടാൽ അപ്പോഴേ കൂട്ടിക്കോണം അമ്മ അപ്പനോട് എന്തോ പറയാൻ പോകുകയാണെന്ന്. അല്ലാതെ ചേട്ടാ, അച്ചായ, അല്ലെങ്കിൽ വറീദേ ഇങ്ങനെയൊന്നും വിളിക്കുന്ന ഏർപ്പാടൊന്നും അമ്മയ്ക്കില്ല. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ വറീദ് മനുഷ്യനൊന്നും ആയിരിക്കില്ല, അമ്മയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു വിട്ടിരിക്കുന്ന മറ്റെന്തോ സാധനമായിരിക്കുമെന്ന്. അന്ന് രാവിലെയും ഈ വിളി പല പ്രാവശ്യം കേട്ടു. കൂട്ടത്തിൽ ആശുപത്രിയിൽ പോകുവാനുള്ള നിർബന്ധവും. അപ്പന് കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് പനിയാണ്. അതങ്ങോട്ട് വിട്ടുപോകുന്ന മട്ടില്ല. പനിക്ക് മരുന്ന് വാങ്ങാൻ പറയുകയാണ് അമ്മ. ഒരുമാതിരിപ്പെട്ട അസുഖത്തിനൊന്നും അപ്പൻ ആശുപത്രിയിലേക്കൊന്നും പോകില്ല. അമ്മ നിർബന്ധിച്ചിട്ടും മരുന്ന് വാങ്ങാൻ അപ്പം കൂട്ടാക്കാത്തതുകൊണ്ട് അമ്മാമ്മ ഇടപെട്ടു. അല്ല, നീ എന്തുട്ടാ പറയുതേ ഈ കൂഞ്ഞി പിടിച്ചിരിക്കണേ? ആശുപത്രിയിലെങ്ങും പോണില്ല എന്ന് തന്നെയാ വാശി? ആശുപത്രിയിൽ പോകാമെന്ന് അമ്മാമ്മയോട് സമ്മതിച്ചെങ്കിലും അപ്പം പോണ മട്ടൊന്നും കാണുന്നില്ല. ഈ താളം ചവിട്ടൽ കണ്ട് അമ്മ വീണ്ടും പിന്നാലെ കൂടി. ദേ, ഒന്ന് ആശുപത്രിയിൽ പോകുമെന്ന്. എന്തുട്ടാ ഇങ്ങനെ ഒരു ഇരിപ്പ്? ഒന്ന് പോയി വാ. ഇത് കേട്ടൻ അപ്പം പറഞ്ഞു, നീ ഒന്ന് ഒച്ചയെടുക്കാണ്ടിരി. ഇത്തിരി ചുക്കും കുരുമുളകും ഇട്ടങ്ങട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മാറാവുന്ന പനിയേ എനിക്കുള്ളൂ. ആശുപത്രി ചെന്നങ്ങ് കുറേ കാശ് കളഞ്ഞില്ലാച്ചാ വലിയ കുഴപ്പമാണ്. അപ്പൻ ആശുപത്രിയിൽ പോകാൻ മടിക്കുന്നതിനൊരു കാര്യം കൂടിയുണ്ട്. പീടിക പൊളിഞ്ഞു വീട്ടിൽ കുത്തിയിരിപ്പായതുകൊണ്ട് കാശിനൊക്കെ നല്ല ക്ഷാമം. ആശുപത്രിയിൽ പോയാൽ ഡോക്ടർക്ക് കാശ് കൊടുക്കണം, മരുന്നിന് കാശ് കൊടുക്കണം. അതൊക്കെ ഓർത്തിട്ടാണ് ഈ സാ എന്നുള്ള മട്ട്. അമ്മയുണ്ടോ വിടുന്നു. അത് പറ്റില്ല, നിങ്ങൾ പോ എന്ന് പറഞ്ഞു കൂടിയേക്കാണ്. എല്ലാവരുടെയും കൂടി നിർബന്ധം സഹിക്കാണ്ടായപ്പോൾ അപ്പൻ ആശുപത്രിയിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. പോകാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് വല്ല തലചുറ്റിലോ വല്ലതും വന്നാലോ നിങ്ങൾ ഇവനെയും കൂടി കൊണ്ടുപോ. ആരെ? എന്നെ. ഇത് കേട്ടിട്ട് അപ്പം പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഇവനെ നീ എൻ്റെ കൂടെ പറഞ്ഞേക്കേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി മരുന്ന് വാങ്ങി വന്നോളാം. അപ്പോൾ അമ്മ വീണ്ടും പറഞ്ഞു, അതങ്ങനെയല്ല, ഇന്നസെൻ്റ് പോന്നോട്ടെ, അവനിന്ന് സ്കൂളില്ല. എപ്പോഴാണ് തലചുറ്റിലേക്ക് കൂടുക എന്നെങ്ങനെയാ അറിയാം, അവനും പോരട്ടെ. അപ്പോൾ അപ്പം കെഞ്ചി പറഞ്ഞു, വെറുതെ അവനെ പറഞ്ഞേക്കല്ലേ, ഞാൻ സമാധാനമായിട്ട് പൊക്കോളാം, എൻ്റെ പനി നീ കൂട്ടരുത്. ഇത്രയൊക്കെ അപ്പം പറഞ്ഞിട്ടും അമ്മ പിന്മാറിയില്ല. രക്ഷയില്ലാണ്ട് എന്നെയും കൂട്ടി അപ്പൻ ആശുപത്രിയിലേക്ക് പോയി. അയ്പൂൻ്റെ ആശുപത്രിയിലേക്കാണ് പോയത്. അവിടെ ഇട്ടിക്കുരുന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറുണ്ട്. അയാളുടെ അടുത്ത് ചെന്ന് അപ്പൻ അയാളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇട്ടിക്കുരു ഡോക്ടർ ഇന്നും ഇരിങ്ങാലക്കുടയിലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു മകൻ എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പൻ ഡോക്ടറുടെ അടുത്തേക്ക് പോകും മുമ്പ് എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തി. ഒരു വട്ടമേശയുടെ അടുത്ത് കിടന്ന കസേരമേ. എന്നിട്ട് ആ മേശമേലുള്ളൊരു സാധനം തുടരുതെന്നും പറഞ്ഞു. ഞാനങ്ങനെ മേശയിൽ നോക്കുമ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഉണ്ട അവിടെ ഇരിക്കുന്നു. ആ ഉണ്ടയ്ക്കുള്ളിൽ ചില പൂക്കളും ചിത്രങ്ങളും. ഞാൻ പതുക്കെ അത് കയ്യിലെടുത്തു നോക്കാനൊക്കെ തുടങ്ങി. അപ്പൻ ഡോക്ടറുടെ അടുത്താണെങ്കിലും എന്നെയാണ് ശ്രദ്ധ. ആ ഉണ്ട താഴ്ത്തു വയ്ക്കാൻ മൂപ്പരനോട് കയ്യും കലാശവും കാട്ടുന്നുണ്ട്. ഞാൻ കണ്ട ഭാവം നടിച്ചില്ല. പെട്ടെന്ന് അപ്പൻ ഡോക്ടറുടെ അടുത്തുനിന്ന് വന്നിട്ട് എൻ്റെ ചെവിമേ ഒരു തിരുമ്പിട്ട് കയ്യിൽ നിന്ന് ഉണ്ട വാങ്ങി മേശമ വെച്ചു. ദൈവത്തെ ഓർത്ത് നീ ഒന്ന് മിണ്ടാണ്ട് അനങ്ങാണ്ട് ഇവിടെ ഇരി. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ചുമ്മാതിരിക്കാനും കഴിയുന്നില്ല. ഞാൻ വീണ്ടും ആ ഉണ്ടയിൽ തൊട്ടും തടയുമൊക്കെ ഇരുന്നു. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ പൂവും കായും ഒക്കെ ഉണ്ടായതെന്ന് എനിക്കറിയണം. ഇത് കണ്ടിട്ട് അവിടെയുള്ള റോസ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, അനങ്ങാണ്ടിരിക്കട്ടോ കുട്ടി. കുറേ നേരം അനങ്ങാതിരുന്നു. പിന്നെ അതിരുന്ന പേപ്പർ പതുക്കെ വലിച്ചു. പേപ്പർ വലിക്കുന്നതിനനുസരിച്ച് ഉണ്ട നീങ്ങാനും തുടങ്ങി. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കും, പിന്നെയും വലിക്കും. ഒടുവിൽ ഉണ്ടതാ താഴത്ത് കഷ്ണം. എനിക്കൊരു ഭാഗ്യമുണ്ടായി. ഈ സമയം ആ മേശയ്ക്ക് അടുത്തിരുന്ന മറ്റൊരാൾ ഒരു പേപ്പർ ഇതിൻ്റെ മണ്ടയിലേക്ക് ഇട്ടു. അതും എല്ലാവരും കണ്ടതാ. എൻ്റെ വിക്രമം ആരും കണ്ടതുമില്ല. അത് കാരണം ഈ ഉണ്ട പൊട്ടിച്ചത് ഞാനാണോ ഈ പേപ്പർ ഇട്ട ആളാണോ എന്നറിയാതെയായി. അയാളുടെ പേര് വാസു എന്നാ. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അയാളും ആകെ പരിങ്ങിയിരിക്കുകയാണ്. എന്താ പറ്റിയെന്ന് ഈ വാസുവിനും അറിയില്ല. എന്നാൽ എൻ്റെ അപ്പന് മനസ്സിലായി ഈ ഉണ്ട പൊട്ടിച്ചത് ഞാൻ തന്നെയാണെന്ന്.
ഞാനതിൽ ഉന്നം വെച്ചതൊക്കെ അപ്പനറിയാലോ. പിന്നീട് അപ്പൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായി അകത്തേക്ക് പോയി. അന്നേരം ഞാൻ പാവത്താനെ കൂട്ടിരിക്കുകയാണ്. അകത്തേക്ക് പോയ അപ്പൻ പെട്ടെന്ന് തിരികെ വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, ആശുപത്രിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഇന്ന് നിൻ്റെ കാല് ഞാൻ തല്ലി ഒടിക്കും. അതിനിപ്പോൾ ഞാൻ ഇവിടെ എന്താ? നീ ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ മതി, മനസ്സിലായോ? ഉവ്വ. ഇങ്ങനൊരു വാണിംഗ് തന്നാണ് അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയത്. ഞാനിരിക്കുന്നിടത്ത് നിന്ന് നോക്കിയാൽ ഒരു ജനാല കാണാം. റോസ എന്ന് പറയുന്ന സിസ്റ്ററില്ലേ, അവരെ ആ ജനാലയിൽ കൂടി കാണാം. അവിടെ ഒരു പെണ്ണിൻ്റെ കരച്ചിൽ. എൻ്റെ അമ്മേ, അയ്യോ! ഞാൻ വിചാരിച്ചു എന്താണാവോ ഇത്. റോസ എന്ന് പറയണം നേഴ്സിൻ്റെ ശബ്ദം എനിക്ക് നല്ല പരിചയമാണ്. അവർ പറയുന്നു, മിണ്ടാണ്ടിരി കുട്ടി, എന്താ കൊച്ചുകുട്ടിയാണോ? അപ്പോൾ ഇതെന്താണെന്നറിയാൻ എനിക്കൊരു പൂതി. ഞാൻ പതുക്കെ ജനാലയുടെ അടുത്തേക്ക് നടന്നു. കട്ടൻ മെല്ലെ മാറ്റിയിട്ട് ഉള്ളിലേക്ക് നോക്കി. ഒന്നും കാണാൻ പറ്റണില്ല. വീണ്ടും നോക്കി. അന്നേരം അതാ ഒരു സ്ത്രീ വരുന്നു. ഇവരൊരു പട്ടത്തിയാണ്. അവർ വന്നെൻ്റെ ചെവിയമ്മയെ പിടിച്ചങ്ങോട്ട് തിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങോട്ട് നോക്കുന്നത് എന്തു കുന്തത്തിനാ? അപ്പം എനിക്ക് തോന്നി, അങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ, ഇത് കാണണം. നോക്കിയപ്പോൾ പട്ടത്തി പരിസരത്തൊന്നുമില്ല. അന്നേരവും അകത്തു നിന്ന് പെണ്ണിൻ്റെ അയ്യോ എൻ്റെ അമ്മേ എന്ന കരച്ചിൽ. ഞാൻ വീണ്ടും നോക്കി. രക്ഷയില്ല, ഒന്നും കാണുന്നില്ല. എങ്ങനെ ആയാലും സംഗതി കാണണമല്ലോ. ജനലുമേ കയറി. അതെ, കയറി എങ്ങനെ നോക്കിയപ്പോൾ ഒരു പെണ്ണിൻ്റെ കാലിലെ ഉള്ളനടിയിൽ നിന്ന് പഞ്ഞി വലിച്ചെടുക്കുന്നു. ഉള്ളനടി ഒരു വലിയ ഹോളം ആയിട്ടുണ്ട്. അവിടെ നിന്നാണ് പഞ്ഞിയും ഒക്കെ വലിച്ചെടുക്കുന്നത്. അത് കണ്ടപ്പോൾ എൻ്റെ തലയ്ക്കുള്ളിൽ ഹൂ എന്നൊരു ശബ്ദം, തല കറങ്ങണ പോലെ. ജനലുമേന്ന് ടപ്പയെന്ന് ഞാൻ താഴെ വീണു. എൻ്റെ വീഴ്ചയുടെ ശബ്ദം കേട്ട് ആശുപത്രി ജീവനക്കാരും അവരും ഇവരും ഡോക്ടറും എൻ്റെ അപ്പനും എല്ലാവരും ഓടി വന്ന് എൻ്റെ ചുറ്റും കൂടി. എന്നെ പൊക്കിയപ്പോൾ എൻ്റെ തലയിൽ ഒരു നെയ്യപ്പത്തിൻ്റെ വലിപ്പത്തിലുണ്ട് ഒരു മുഴ. ഡോക്ടർ എന്നെ കൊണ്ടുപോയി എന്തോ മരുന്നോ ഇഞ്ചക്ഷനും ഒക്കെ തന്നു. എനിക്കാകെ വയ്യാണ്ടായി. ഡോക്ടർ ഒന്ന് പറഞ്ഞു, കുഴപ്പമില്ല, തലയിലത്തെ മുഴ വെള്ളം മുക്കി തുടച്ചാൽ മതി, പിന്നെ തിരുമ്പിയാൽ മതി. അപ്പൻ എന്നോട് ചോദിച്ചു, നിനക്ക് നടന്നു വരാൻ പറ്റുമോ? ഇല്ലാച്ചാ, എനിക്ക് ആണെ നടക്കാനും പറ്റില്ല, അത്രയ്ക്കും എന്തോ പന്തിക്കേട്. അങ്ങനെ ഖാദർ എന്നൊരു റിക്ഷക്കാരനെ വിളിച്ചിട്ട് ഒരു റിക്ഷയിൽ ഞാനും അപ്പനും അതിൻ്റെ പിന്നാലെയായിട്ടും വീട്ടിലേക്ക് വരികയാണ്. കുറച്ച് വഴി ചെന്നപ്പോഴേക്കും ഞാൻ ഖാദറിനോട് പറഞ്ഞ് റിക്ഷയുടെ കർട്ടൻ തുറന്നു വെപ്പിച്ചു. ഇരിങ്ങാലക്കുട ടൗണിലുള്ളവരെയൊക്കെ ഞാൻ റിക്ഷയിൽ പോകുന്നത് കാണിക്കണ്ടേ? എന്ന് വെച്ചാൽ ആദ്യത്തെ സംഭവമല്ലേ റിക്ഷയിൽ പോക്ക്. പിന്നെ ഒരിക്കൽ ഇങ്ങനെ പറ്റില്ലെങ്കിലോ? എന്തായാലും ഞാൻ റിക്ഷയിൽ നല്ല സ്പീഡിൽ, അതിൻ്റെ പിന്നാലെ അപ്പൻ മരുന്ന് കുപ്പിയുമായി ഓട്ടം. റോഡിൽ നിൽക്കുന്നവരൊക്കെ എന്താ പറയുതേട്ടാന്ന് ചോദിക്കുന്നു. ഇത് കേട്ടിട്ട് നിൻ്റെ എന്നാണ് അപ്പം പറയാൻ പോകണമെന്ന് എനിക്ക് തോന്നി. വീടിൻ്റെ അവിടേക്ക് കുറച്ച് ദൂരമുണ്ട്. വൈക്കോല് തല്ലുന്ന സ്ത്രീകൾ, ജാനു, നാരായണി, ഇവരൊക്കെ ജോലി നിർത്തിയിട്ട് ഞാൻ റിക്ഷയിൽ വരുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എല്ലാവരുടെയും മുഖത്തെ എന്താണവോ എന്നുള്ള അങ്കലാപ്പുണ്ട്. അപ്പനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നേരെ പോവുകയാണ്. വീട്ടിൽ വന്നു. ഞാൻ റിക്ഷയിൽ നിന്നിറങ്ങുന്നു. അപ്പൻ മരുന്ന് കുപ്പിയുമായി നിൽക്കുന്നു. വീട്ടിലുള്ളവരൊക്കെ ഈ കാഴ്ച കണ്ട് അന്തം വിട്ടു നിൽക്കുന്നു. എൻ്റെ മരുന്നാണെങ്കിൽ കയ്യിൽ തന്നെയുണ്ട്. ഞാനത് കൊണ്ടിറങ്ങി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. എല്ലാവരും എന്നെ തന്നെ ശ്രദ്ധിക്കുന്നു. പനിയായിപ്പോയ അപ്പനെ എല്ലാവരും വിട്ടു. എന്ന് വെച്ചാൽ രോഗിയായി വന്നിരിക്കുന്നത് ഞാനല്ലേ. ഈ സമയം അപ്പൻ കയ്യിലുണ്ടായിരുന്ന മരുന്നും കുപ്പിയും ഗുളികയും ഒക്കെ അടുത്തുള്ള മുളം കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അമ്മ ചോദിക്കുന്നു, ഇതെന്താ അപ്പോൾ ഈ കഥ? അമ്മയുടെ ചോദ്യം കൂടി കേട്ടപ്പോൾ അപ്പന് ദേഷ്യം സഹിക്കേണ്ടായി. ഞാൻ അപ്പോഴേ ഈ പോത്തിനോട് പറഞ്ഞതാ ഈ കുട്ടിപ്പിശാചിനെ കൊണ്ട് ഈ കുട്ടിപ്പിശാചിനെ കൂടെ വിടണ്ടാന്ന്. അന്നേരം ഈ മാരണത്തെ കൂട്ടിയാലേ സമ്മതിക്കൂ. ഇപ്പം എൻ്റെ രൂപ എത്രയാ പോയേ? ഇതൊക്കെ കേട്ടിട്ട് ഞാൻ അകത്തേക്ക് നടന്നു. ചെന്ന വഴി അപ്പൻ്റെ കട്ടുമ്മേ തന്നെ കയറി കിടന്നു. ഞാൻ അത്രയ്ക്കും പരവശന. ജാനും ഒക്കെ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ സംഭവമെന്ന്. അവരോടൊപ്പം വിവരം പറഞ്ഞിട്ട് കൂട്ടത്തിൽ പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ കന്നാലിനോട്, ഈ നരകത്തിനെ എൻ്റെ കൂടെ പറഞ്ഞയക്കരുതെന്ന്. ഇത്രയും ഉണ്ടായെന്നുള്ളത് സമാധാനിക്കുക. അപ്പന് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ അപ്പോൾ ആലോചിക്കുക, എൻ്റെ ദൈവമേ, എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ജോസും ജോസഫും ബാലചന്ദ്രനും ഒക്കെ ഞാൻ റിക്ഷയിൽ വരണമെന്ന് കണ്ടോ ആവോ. അവരുടെ വീടിൻ്റെ പുറത്തെങ്ങും ഞാൻ ആരെയും കണ്ടില്ല. അതായിരുന്നു ഉള്ളിലുള്ള വിഷമം മുഴുവൻ. അപ്പനോട് പിന്നെ ആരോ ഒന്നും ചോദിക്കുന്നില്ല. ഡോക്ടറെ കണ്ടോന്നോ മരുന്ന് വാങ്ങിയോന്നോ എന്നൊന്നും ചോദിക്കുന്നവരോടൊക്കെ അപ്പൻ ചീത്തയല്ലേ പറയുന്നത്. അതങ്ങനെ അങ്ങ് തീർന്നു. ആയിടെ എൻ്റെ അമ്മയുടെ അപ്പൻ മരിച്ചു, അപ്പാപ്പൻ. അവിടെ ചെന്നിട്ട് അമ്മാമ്മയ്ക്ക്, അതായത് അമ്മയുടെ അമ്മയ്ക്ക് ഞാൻ മരണ വാറണ്ട് കൊടുത്തിട്ട് പോകുന്ന കഥയാവാം ഇനി.